കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ കൊണ്ടുവരികയാണോ എന്ന സംശയമാണ് ഇപ്പോൾ CPIക്ക്. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ CP ഒരുങ്ങുന്നുവെന്നും ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിയോജിപ്പ് കേന്ദ്ര നേതൃത്വത്തെ അവർ അറിയിച്ചു കഴിഞ്ഞു. ഇടതു നയത്തിൽ നിന്ന് CPM വ്യതിചലിച്ചെന്ന് CPയുടെ ആരോപണം. ഇടതു നയം ഉയർത്തിപ്പിടിക്കേണ്ടത് CPയുടെ മാത്രം ബാധ്യതയല്ലെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. SKN സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇടതുപക്ഷത്തിന്റെ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPIയും CPIഎമ്മും പലതവണ ഈ നയത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. കൂടാതെ കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു വാർത്തകളോട് കൃത്യമായി തന്നെ CPIയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാനാകില്ല, അതിനെ എതിർക്കുന്നതാണ് CPIയുടെ നയം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് തങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്ന ഒരു നടപടി CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് CPI ദേശീയ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയം LDFൽ ചർച്ച ചെയ്ത് പരിഹാരമാകും എന്ന ഒരു പ്രതീക്ഷ CPIക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം സമയം നൽകാതെ നടപടികളുമായി മുന്നോട്ട് പോയി എന്നുള്ളത് ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും ലഭിച്ച ഒരു പ്രതികരണം എന്നുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇത് CPIയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ഇടത് നയത്തിൽ നിന്നും CPIഎം അല്ലെങ്കിൽ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ വ്യതിചലിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയം ഏറെ ഗൗരവത്തോടെ കാണണം എന്നുള്ളതാണ്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ CPIയുടെ ദേശീയ നേതൃത്വം CPIഎം കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അനൌദ്യോഗികമായി ഇക്കാര്യത്തിൽ അതൃപ്തി കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യാനും CPI നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു.